പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുക. നമ്മൾ പരിശുദ്ധാത്മാവിന് എതിരായി വലിയ പാപങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെയൊക്കെ വിചാരം. അതൊരു പക്ഷെ ശരിയുമായിരിക്കാം, ഒരു പക്ഷെ തെറ്റുമായിരിക്കും. ഏതായാലും നമുക്ക് ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 31 തുടങ്ങി 31-32 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുകയാണ്: മനുഷ്യന്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും, എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കുകയില്ല. മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. ഈ വചനങ്ങള് ഏറെ ധ്യാനിക്കേണ്ടതാണ്. ഇവിടെ 2 വാക്കുകൾ പറയുന്നുണ്ട്. ഒന്ന് പാപവും മറ്റൊന്ന് ദൂഷണവും. ഹമർത്തിയ എന്ന വാക്കാണ് പാപത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ചെയ്ത തെറ്റുകൊണ്ടുള്ള, തെറ്റായി ചെയ്തതുകൊണ്ടുള്ള കുഴപ്പങ്ങള്, ചെയ്യാതെ വരുത്തുന്ന കുഴപ്പങ്ങള്, ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ് പാപം എന്ന് പറയും. അതേസമയം ദൂഷണം എന്ന് വെച്ചാൽ എന്താണ്? 31-ാമത്തെ വാക്യത്തിൽ ദൂഷണത്തെ കുറിച്ച് പറഞ്ഞിട്ട് 32-ാമത്തെ വാക്യത്തില് ആ ദൂഷണത്തിന് വിശദീകരണം തരുന്നുണ്ട്. എന്താണത്? മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കും. അപ്പൊ ദൂഷണം എന്ന് പറയുന്നത് എതിരായി സംസാരിക്കുന്നതാണ്. അതേസമയം പരിശുദ്ധാത്മാവിനെതിരായി പറയുന്നത് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയും. അവിടെ ഇത്രയും ഗൗരവമുള്ള പാപം ഏതാണ് എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഈ ലോകത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ യുഗം? ഈ യുഗം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കാലഘട്ടമാണ്. അതായത് ക്രിസ്തുവിന്റെ ജനനം തുടങ്ങി ക്രിസ്തുവിന്റെ 2ാം ആഗമനം വരെയുള്ള കാലം, ക്രിസ്തുവിന്റെ കാലം. ഈ ക്രിസ്തുവിന്റെ കാലമാണ് ഈ യുഗം. വരാനിരിക്കുന്ന യുഗം തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ 2ാമത്തെ ആഗമനത്തിന് ശേഷമുള്ള കാലമാണ്. അപ്പൊ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് വെച്ചാല് ഈ ലോകത്തിലോ പരലോകത്തിലോ ക്ഷമിക്കപ്പെടില്ല എന്നർത്ഥം. അത്തരം ഏത് തെറ്റുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചാല്, പയസ് അഞ്ചാമൻ മാർപ്പാപ്പ ഈ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് വിശദമായി തൻ്റെ മതബോധനത്തിലൂടെ നമ്മളെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നു. അതിൻ്റെ സാരാംശം തന്നെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് എതിരായ 6 പാപങ്ങൾ എന്ന് പറഞ്ഞ് നമസ്കാര പുസ്തകത്തില് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 6 പാപങ്ങള് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല്, 1 മോക്ഷം കിട്ടുകയില്ലെന്ന വിചാരം, 2 സത്പ്രവൃത്തി കൂടാതെ മോക്ഷം പ്രാപിക്കാമെന്ന മിഥ്യാപ്രതീക്ഷ, 3 ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുന്നത്, 4 അന്യരുടെ നന്മയിലുള്ള അസൂയ, 5 പാപം ചെയ്തതിനു ശേഷം അനുതപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത്, 6 അന്ത്യസമയത്ത് പോലും അനുതപിക്കാതെ പാപത്തോടുകൂടി മരിക്കുന്നത്. ഈ 6 കാര്യങ്ങളാണ് നമ്മൾ നമസ്കാര പുസ്തകത്തില് പഠിക്കുക. ഈ 6 കാര്യങ്ങൾ സത്യത്തില് ഈ പയസ് അഞ്ചാമൻ മാർപ്പാപ്പയുടെ കാലത്താണ് സഭയില് ഇത് പ്രബലമായത്. പയസ് അഞ്ചാമൻ മാർപ്പാപ്പയുടെ ഭരണകാലം എന്ന് പറയുന്നത് 1903 തുടങ്ങി 1914 വരെയുള്ള കാലഘട്ടമാണ്. ആ കാലത്താണ് അദ്ദേഹം തിരുസഭയെ നയിച്ചിട്ടുള്ളത്. അപ്പൊ പയസ് അഞ്ചാമൻ മാർപ്പാപ്പ അല്ലെങ്കിൽ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ, രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ 6 പാപങ്ങള് പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങളാണെന്ന്. ഈ 6 പാപങ്ങള്
ചിലത് മിക്കവാറും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇതിൽ കൂടുതലും രണ്ട് എക്സ്ട്രീമിലുള്ളവരെ സംബന്ധിച്ചാണ് ഇത് കൂടുതൽ പ്രസക്തമായിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വലിയ വിശ്വാസവും അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയാൻ പറ്റില്ല, സോക്കോൾഡ് ഭക്തർക്ക് അബദ്ധങ്ങൾ പറ്റാനായിട്ട് ഈ ഒരു പരിശുദ്ധാരൂപിക്കെതിരായ തിന്മകളിൽ പെടാനായിട്ട് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ ഒട്ടും ഭക്തി ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ദൈവവിചാരം ഇല്ലാത്തവർക്കും ഇത് പറ്റാനായിട്ട് സാധ്യത കൂടുതൽ. അപ്പൊ കൂടുതൽ ദൈവവിചാരമുള്ളവർക്കും കൂടുതൽ ദൈവിക കാര്യങ്ങളിൽ ഇടപെടുന്നവർക്കും ഒട്ടും ദൈവിക കാര്യങ്ങളിൽ ഇടപെടാത്തവർക്കും ഈ പരിശുദ്ധാരൂപിക്കെതിരായിട്ടുള്ള പാപങ്ങളിൽ പെടാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. ഒന്നാമത്, നമുക്കധികം വരാനായിട്ട് സാധ്യതയില്ലാത്തതാണ് എനിക്ക് രക്ഷ ലഭിക്കില്ല എന്ന വിചാരം. എൻ്റെ പാപങ്ങൾ വലുതാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ പാപങ്ങൾക്കൊന്നും ഒരിക്കലും മാപ്പ് കിട്ടില്ല, വെറുതെ കിട്ടില്ല, കുമ്പസാരിച്ചിട്ട് ഒന്നും അതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് മോചനം കിട്ടുമെന്ന് തോന്നുന്നില്ല, അത്രയും വലിയ പാപങ്ങളാണ്. ഇങ്ങനെയുള്ള പാപത്തെക്കുറിച്ചുള്ള നിരാശ രണ്ട് വ്യക്തികള് ഇത്തരുണത്തില് പ്രസക്തമാണ്. ഒന്ന് പത്രോസും മറ്റൊന്ന് യൂദാസ്. പത്രോസ് യേശുവിന്റെ പ്രധാന ശിഷ്യനായിരുന്നവനാണ്. പത്രോസ് ഈശോയെ തള്ളി പറഞ്ഞവനാണ്. ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞത്, അത് തള്ളിപ്പറച്ചില. അതേസമയം യൂദാസ് തള്ളി പറഞ്ഞിട്ടില്ല. യൂദാസ് കാണിച്ചു കൊടുത്തു, ഇത് തന്നെയാണ് കർത്താവ് എന്ന് ചുംബനത്തിലൂടെ കാണിച്ചു കൊടുത്തു. ഏതാണ് ഗൗരവമായ തെറ്റ് എന്ന് ചോദിച്ചാല് ഒരു സംശയവും വേണ്ട, അത് തള്ളിപ്പറയല് തന്നെ. അപ്പൊ യൂദാസിന്റെ തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് പത്രോസ് ചെയ്ത തള്ളിപ്പറയല. അതേസമയം യൂദാസ് തള്ളിപ്പറഞ്ഞില്ല, യൂദാസ് കാണിച്ചു കൊടുത്തേ ഉള്ളൂ. കാണിച്ചു കൊടുക്കുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ, തള്ളിപ്പറയുന്നതിനേക്കാൾ വലിയ തെറ്റല്ല. പക്ഷെ എന്താണ് ഇവര് തമ്മിൽ മാറ്റം ഉണ്ടായത്? രണ്ടുപേർക്കും പാപബോധം ഉണ്ടായി. യൂദാസിനും പാപബോധം ഉണ്ടായി, പത്രോസിനും പാപബോധം ഉണ്ടായി. പക്ഷെ പത്രോസ് ആ പാപബോധത്തില് പശ്ചാത്താപത്തിലേക്കാണ് മാറിയത്. പക്ഷെ യൂദാസ് നിരാശയിലേക്കാണ് മാറിയത്. അവന്റെ അന്ത്യം ശോചനീയമായി പോയി. അപ്പൊ പാപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുക നല്ലതാണ്. പക്ഷേ ഈ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്ന നിരാശയിലേക്ക്, യൂദാസിന്റെ മനസ്സിലേക്ക് നമ്മൾ പോകരുത്. കാരണം പാപങ്ങള് ക്ഷമിക്കാനായിട്ട് ഒരു ദൈവം നമുക്കുണ്ട്. അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനാണ്. ആ പരിശുദ്ധാത്മാവിലൂടെ ശിഷ്യന്മാർക്ക് നമുക്കറിയാം, നിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവരോട് മോചിക്കപ്പെട്ടിരിക്കും എന്ന് ഈശോ പറഞ്ഞു. അതായത് പരിശുദ്ധാത്മാവിലൂടെയാണ് പാപമോചന അധികാരം സഭയിലെ ശ്രേഷ്ഠർക്ക് അല്ലെങ്കിൽ അപ്പസ്തോലന്മാർക്ക് കൈമാറിക്കൊടുത്തത്. അത് ഇടമുറിയാതെ കൈവെപ്പിലൂടെ കൈമാറി ഇന്നും എന്നും നിലനിൽക്കുന്നു. അപ്പോ ഈ പാപബോധം നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ അനുതാപമില്ല, നിരാശയാണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെയോ യേശുവിനെയോ അവൻ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോ വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന വാക്കുകൾ വളരെ പ്രസക്തമാണ്. അഗസ്തീനോസ് പറയുകയാണ്, നമ്മുടെ അനുവാദം കൂടാതെ നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ അനുവാദം കൂടാതെ നമ്മളെ രക്ഷിക്കുകയില്ല. മനസ്സിലായോ? നമ്മൾ സൃഷ്ടിച്ചത് നമ്മുടെ അനുവാദം കൂടാതെയാണ്. പക്ഷേ ദൈവത്തിനൊരു വലിയ മനസ്സുണ്ട്. നീ രക്ഷപ്പെടണോ വേണ്ടിയോ എന്ന് നീ തീരുമാനിച്ചോളൂ. നമ്മുടെ അനുവാദം ഉണ്ടെങ്കിലേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. എന്നെ ദൈവം സൃഷ്ടിച്ചു, ഞാൻ കുദാശകളൊക്കെ സ്വീകരിച്ചു, പക്ഷെ എൻ്റെ വിശ്വാസവും എൻ്റെ ബോധ്യവും ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല, അതിന് മാത്രം പാപം എനിക്കുണ്ട്, എന്നെ ദൈവത്തിന് രക്ഷിക്കാൻ പറ്റില്ല, എന്നെ ദൈവം രക്ഷിക്കില്ല എന്നൊക്കെയുള്ള ചിന്തയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ നിഷേധിക്കലാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ ക്ഷമയെ, ദൈവത്തിന്റെ സ്നേഹത്തെ
ദൈവത്തിന്റെ കാരുണ്യത്തെ, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ ഒക്കെ ചോദ്യം ചെയ്യലാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ നീ ചോദ്യം ചെയ്താൽ പിന്നെ എങ്ങനെയാ നിന്നെ രക്ഷിക്കുക? നിനക്ക് രക്ഷ കിട്ടില്ല. കാരണം നിന്നെ കൂടാതെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല. നിന്റെ അനുവാദം വേണം. നിന്റെ അനുവാദം കൂടാതെയാണ് നിന്നെ ഉണ്ടാക്കിയത് എങ്കിലും നിന്നെ രക്ഷിക്കണമെങ്കിൽ ദൈവം നിന്റെ അനുവാദം ചോദിക്കും. രണ്ടാമതായിട്ട്, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ടാ പോണേ, ഞാൻ ശുശ്രൂഷയിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. ഒരു ദിവസം എത്രയോ സമയമാണ് ഞാൻ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തായാലും എൻ്റെ ഈ ശ്രേഷ്ഠത കൊണ്ട്, ശ്രദ്ധിച്ചു കേൾക്കുക, എൻ്റെ ശ്രേഷ്ഠത കൊണ്ട് എനിക്ക് രക്ഷ കിട്ടും. മറ്റുള്ളവരെക്കാളൊക്കെ ഞാൻ എത്രയോ ഭേദം. ഇതൊരു പക്ഷേ ഈ ഒരു ഒന്നാമത്തെ പ്രശ്നം ഒരു പക്ഷെ നമുക്ക് അധികം ഉണ്ടായില്ല എന്ന് വരാം. പക്ഷെ ഈ രണ്ടാമത്തെ പ്രശ്നം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരെക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടവരാണ്. പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥനാ നമസ്കാരങ്ങളുണ്ട്, ഉദാശകളുണ്ട്, നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നുണ്ട്, നൊവേനയിൽ സംബന്ധിക്കുന്നുണ്ട്, ബൈബിൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്, ധ്യാന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്, ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്, കാരുണ്യത്തിന്റെ കൊന്ത ചെല്ലുന്നുണ്ട്, ജപമാല ചൊല്ലുന്നുണ്ട്, ഒട്ടേറെ ഭക്ത അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ നമ്മൾ രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യാം. കാരണം ഞാൻ എൻ്റെ കഴിവ് കൊണ്ടാണ് രക്ഷപ്പെടാൻ പോകുന്നത്, അല്ലാണ്ട് ദൈവത്തിന്റെ ഔദാര്യം കൊണ്ടല്ല, പരിശുദ്ധാത്മാവിന്റെ ഔദാര്യം കൊണ്ടല്ല, ക്രിസ്തുവിന്റെ ഔദാര്യം കൊണ്ടല്ല, ത്രിത്വിക ദൈവത്തിന്റെ ഔദാര്യം കൊണ്ടല്ല. ഞാൻ എൻ്റെ പുണ്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ പോവുക എന്ന് വിചാരിച്ചാല്, എൻ്റെ വിശുദ്ധി കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടാൻ പോകുന്നത് എന്ന ചിന്തയുണ്ടെങ്കിൽ അത് നമ്മുടെ നാശത്തിലേക്ക് അവസാനിക്കും. നമ്മുടെ പുണ്യമൊന്നും പോരാ നമ്മളെ താങ്ങാനായിട്ട്. ലൂക്കയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 9 തുടങ്ങി 14 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ഫരിസേന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയുടെ ഉപമ പറയുന്നു. ചുങ്കക്കാരൻ ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും പറ്റാതെ മാറത്തടിച്ചുകൊണ്ട് അവന്റെ പാപങ്ങളെ കുറിച്ച് വിലപിച്ച് അവൻ കരുണയ്ക്കായിട്ട് യാചിച്ചു. അതേസമയം ഫരിസേയൻ പറഞ്ഞു, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയൊന്നുമല്ല, ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അവസാനം ഈശോ പറയുകയാണ്, ഈ ചുങ്കക്കാരൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി പോയി എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ആത്മീയ ശുശ്രൂഷകളിലൊക്കെ ഒരുപാടുണ്ട്, ഭക്താനുഷ്ഠാനങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല. കാരണം ദൈവത്തിന്റെ കൃപയ്ക്ക് കീഴെ, ദൈവത്തിന്റെ ഔദാര്യത്തിന് കീഴെ, ദൈവത്തിന്റെ രക്ഷയ്ക്ക് കീഴെ നമ്മൾ എളിമയോടെ നിന്നില്ലെങ്കിൽ നമ്മുടെ പുണ്യമൊന്നും പോരാ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോ എൻ്റെ വിശുദ്ധി കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടേക്കാം എന്നൊന്നും ആരും വിചാരിച്ചേക്കരുത്. അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരാണ് എന്ന് സാരം. മൂന്നാമതായിട്ട്, നമ്മുടെ അറിവിനെ കുറിച്ചുള്ള അമിത വിശ്വാസം. അത് പ്രത്യേകിച്ച് ആത്മീയ മേഖലയിൽ. ഞാൻ പലവട്ടം ബൈബിൾ വായിച്ചു, എനിക്കറിയാം ബൈബിൾ എന്താ പറയുന്നത്. ഈ വചനത്തിന്റെ അർത്ഥം ഇതാണ്. ഇത് പള്ളിയിലെ അച്ഛൻ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഇത് മെത്രാൻ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഇത് മാർപ്പാപ്പ പറഞ്ഞ പോലെ ഒന്നുമല്ല. ഇതാണ് അതിന്റെ അർത്ഥം. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കും, ഇതാണ് അതിന്റെ ശരി. മറിച്ചാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറല്ല. അപ്പം എൻ്റെ അറിവ് അത് സഭയുടെ കൂട്ടായ അറിവിനേക്കാൾ, സഭയിലെ അധികാരികളെക്കാൾ അറിവിനേക്കാൾ ഒക്കെ വലുതാണ് എൻ്റെ അറിവ്. അത് ആ അച്ഛൻ വ്യാഖ്യാനിച്ച അത്ര ശരിയൊന്നുമല്ല, ആ വചനപ്രഘോഷൻ വ്യാഖ്യാനിച്ച അത്ര ശരിയൊന്നുമല്ല, അതിനെ വ്യാഖ്യാനിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ള അറിവിന്റെ അഹന്ത, അത് പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യലാണ്. അത് പരിശുദ്ധാത്മാവ് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സഭയിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾക്കെതിരാകും എൻ്റെ നിലപാട്. അപ്പൊ എൻ്റെ അറിവാണ് പ്രധാനം എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ അവിടെ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവിനെ അംഗീകരിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അറിവിനെ അംഗീകരിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ അറിവിന് വേണ്ടി ഞാൻ വിധേയപ്പെടും. എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു അമ്പലത്തില് ഒരു യജ്ഞത്തിന് ആശംസകൾ നേരാൻ വേണ്ടി പോയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ ആധ്യാത്മികതയെ കുറിച്ച്
പറയുകയുണ്ടായി. യജ്ഞേശ്വരൻ ഒരു വലിയ പീഠത്തില് ഇരിക്കുക. 10-20ഓളം പ്രമുഖരായ അതിഥികള്, മന്ത്രി, MLA-മാര് ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു സദസ്സ് വേദിയിലുണ്ട്. ഏതായാലും എന്തുകൊണ്ടോ ദൈവകൃപ കൊണ്ട് എന്നോട് ആശംസ, അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആദ്യത്തെ ആശംസ എന്നോട് പറയാൻ വേണ്ടി ഞാനത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. എന്റെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ ഈ യജ്ഞേശ്വരൻ പീഠത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ കാല് തൊട്ട് വന്നിച്ചിട്ട് അദ്ദേഹം ഉടനെ തന്നെ ഈ മൈക്കിന്റെ അടുത്തേക്ക് വന്നിട്ട്, അവിടെ ഹൈന്ദവർ മാത്രമേ ഉള്ളൂ, അമ്പലത്തിന്റെ ഉള്ളിലാണ് ഈ പരിപാടി, അമ്പലത്തിന്റെ ഈ ചുറ്റുമതിലിനുള്ളിലാണ്, അമ്പലത്തിന്റെ ഉള്ളിലല്ല, അമ്പലത്തിന്റെ ചുറ്റുമതിലിനുള്ളിൽ. അപ്പൊ ഈ യജ്ഞേശ്വരൻ വന്നിട്ട് മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു കത്തോലിക്ക പുരോഹിതനെ വന്ദിച്ചു എന്നാരും ധരിച്ചേക്കരുത്. ഞാൻ വന്ദിച്ചത് അറിവിന്റെ ഈശ്വരനെയാണ്. അദ്ദേഹത്തിന് അറിവുണ്ട്, ആ അറിവ് ഈശ്വരനാണ്, ആ ഈശ്വരനെയാണ് ഞാൻ വന്ദിച്ചത് എന്ന്. ഞാൻ വല്ലാതെ ചുരുങ്ങിപ്പോയ, വല്ലാതെ അന്നത്തെ ആ സമയത്ത് വികാരം എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നതാണ്, അവരന്റെ അറിവിനെ ആദരിക്കുന്ന ഒന്ന് നമുക്കില്ല എങ്കിൽ നമ്മൾ പരിശുദ്ധാത്മ ഇല്ല എന്നർത്ഥം. അവരന്റെ അറിവിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ, ആ അറിവിന് വിധേയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെടലാണ് എന്ന് സാരം. ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ അംഗീകരിക്കുന്നില്ല. ഇതാണ് സത്യം എന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ അത് അംഗീകരിക്കില്ല. കാരണം അത് അംഗീകരിച്ചാൽ എന്റെ നിലപാട് മാറ്റേണ്ടി വരും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, പള്ളിയിലൊരു കാര്യം നടത്തുക, ആ കാര്യം നടത്തുന്നതിനോട് ഞാൻ യോജിച്ചു കഴിഞ്ഞാൽ പിരിവ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും പിരിവ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിന് യോജിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെതിരാണ്, എന്റെ ബോധ്യത്തിന് എതിരായിട്ട് ചില നിലപാടെടുക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിന് എതിരായിട്ട് മാറും. നാലാമതായിട്ട്, മറ്റുള്ളവരുടെ നന്മയിൽ അസൂയ ഉണ്ടാകുക എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ആത്മീയ മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ കൂടുതലാണ്. ഒരാൾക്ക് ഭാഷാപരം കിട്ടിയിരിക്കുന്നു, എനിക്കങ്ങനെ കിട്ടിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഭാഷാപരം കിട്ടിയ ആൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥാനം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയും, ആ ഭാഷാപരമൊക്കെ ഒരു തട്ടിപ്പാ, അതൊരു ജാതി വായിൽ തോന്നുന്ന അതിനൊക്കെ അടങ്ങിയതാ. യഥാർത്ഥത്തിൽ അങ്ങേർക്ക് അതൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ അംഗീകരിക്കില്ല. ചിലർക്ക് വ്യാഖ്യാനപരം കിട്ടിയിട്ടുണ്ട്, അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, നമ്മൾ അതിനെ അംഗീകരിക്കില്ല. ചിലർക്ക് ക്ഷമിക്കാനുള്ള വരം കിട്ടിയിട്ടുണ്ടാകാം, ചിലർക്ക് പ്രാർത്ഥിക്കാനുള്ള വരം കിട്ടിയിട്ടുണ്ടാകാം, വേറെ ചിലർക്ക് ഈ പ്രവചനത്തിനുള്ള വരമുണ്ടാകാം, ചിലർക്ക് ദർശനത്തിനുള്ള വരമുണ്ടാകാം, ചിലർക്ക് കൗൺസിലിങ്ങിനുള്ള വരമുണ്ടാകാം, ചിലർക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള വരമുണ്ടാകാം, ലീഡർഷിപ്പിനുള്ള വരമുണ്ടാകാം, ഭരണത്തിനുള്ള വരമുണ്ടാകാം. അങ്ങനെ പല വരങ്ങള് കിട്ടിയിട്ടുണ്ട്. ഈ വരങ്ങളൊക്കെയും അത് പരിശുദ്ധാത്മാവ് കൊടുത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ, അവരുടെ വരത്തെ നമ്മൾ നിഷേധിക്കുമ്പോൾ അവർക്ക് ആ വരം കൊടുത്ത പരിശുദ്ധാത്മാവിനെ തന്നെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. അപ്പോ അവരന്റെ നന്മയില്, അവരന്റെ വരങ്ങളില്, അവരന്റെ ദാനങ്ങളില്, അവരന്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത ദാനങ്ങളില് ഞാൻ അസൂയപ്പെട്ടാല് അത് ആർക്കെതിരെയുള്ള അസൂയാണ്, അവനെതിരെയല്ല. ആ വരം കൊടുത്ത, ആ ദാനം കൊടുത്ത പരിശുദ്ധാത്മാവിനെതിരാണ്. അതുകൊണ്ട് അത് ക്ഷമിക്കപ്പെടുന്ന പാപമല്ലെന്ന് സാരം. അഞ്ചാമതായിട്ട്, പാപം ചെയ്യുന്നു, പക്ഷെ ഞാൻ അതിനെ വ്യാഖ്യാനിച്ച്, ഞാൻ അതിനെ ന്യായീകരിച്ച് മുന്നോട്ട് പോവുകയാണ്, അനുദപിക്കാനായിട്ട് തയ്യാറല്ല എന്ന് വന്നാല് അത് തീർച്ചയായിട്ടും അത് ഈ ഇതിനെതിരാണ്, പരിശുദ്ധാത്മാവിന് എതിരാണ്. കാരണം അനുതാപത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. ആ ആത്മാവിനെ ഞാൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ, ഞാൻ കുറച്ച് പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ പാപമൊക്കെ ചെയ്തെന്ന് അറിയാം, പക്ഷെ പോയി കുമ്പസാരിക്കുന്ന നാണക്കേടാ. ഞാനൊന്നുമില്ലെങ്കിൽ ഇത്രയൊക്കെ പ്രാധാന്യമുള്ള വ്യക്തിയല്ലേ, ഞാൻ ഇത്രയൊക്കെ വചനപ്രഘോഷണം നടത്തണമല്ലേ, ഞാൻ ഇത്രയൊക്കെ ശുശ്രൂഷകൾ ചെയ്യണമല്ലേ, ഞാൻ പോയി കുമ്പസാരിച്ചാൽ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ സ്വയം അനുഭവിച്ച അങ്ങോട്ട് എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെന്ന് പറഞ്ഞാല്
ഈ പ്രായശ്ചിത്തമൊക്കെ തരാൻ പോണേ, അത് നമുക്ക് അങ്ങനെ ചെയ്താൽ പോരെ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകള് ശരിയായ അനുതാപമില്ലായ്മ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കലാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലാണ് അനുതാപം ഉണ്ടാകുന്നത്. ഈ അനുതാപത്തിന് ഞാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ അനുതാപമില്ലാത്തവര്, പാപത്തെ ന്യായീകരിച്ച് ജീവിക്കുന്നവര്, കുമ്പസാരത്തിൽ നിന്ന് മാറി നടക്കുന്നവര്, ഒരുപക്ഷെ വചനപ്രഘോഷവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടാവാം, ഒരുപാട് പുണ്യങ്ങളും ഉണ്ടാവാം, പക്ഷെ അനുതാപത്തിന്റെ ശൈലിയില്ലെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുകയാണ്. അവസാനമായി 6ാമത്തെ നിഷേധം എന്ന് പറയുന്നത് അവസാന നിമിഷത്തിൽ പോലും പശ്ചാത്തപിക്കാത്ത. നമുക്കറിയാം, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പലരും അവസാന നിമിഷം അനുതപിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ആ ഒരൊറ്റ സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അനുതാപം യഥാർത്ഥത്തിലാണെങ്കിൽ ദൈവം ക്ഷമിക്കും. പലപ്പോഴും ഈ യഥാർത്ഥ അനുതാപത്തിലേക്ക് അന്ത്യനിമിഷത്തിൽ എത്താൻ പറ്റുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം നല്ല അനുതാപത്തോടുകൂടി മരിക്കാൻ ഇടവരണമെന്ന് തന്നെയാണ്. നല്ല അനുതാപത്തോടുകൂടി. നല്ലൊരു ഉദാഹരണം ഈശോയുടെ മരണത്തോട് ബന്ധപ്പെട്ട് 2 കള്ളന്മാരുടെ കാര്യം. അവർ രണ്ടുപേരും ഒരാള് അവസാന നിമിഷത്തില്, കള്ളനാണ് എങ്കിലും അവസാന നിമിഷത്തിൽ അവൻ അനുതപിക്കുന്നു. നീ നിന്റെ സ്വർഗരാജ്യത്തിലായിരിക്കുമ്പോ എന്നെ കൂടി ഓർക്കണമേ എന്ന് അവൻ അപേക്ഷിക്കുന്നു. മറ്റവൻ അതേസമയം അവിടെ കടന്നുകൊണ്ട് പുച്ഛിക്കുകയും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. അപ്പോ ഈ നല്ല കള്ളന്റെ മനസ്സ് എന്ന് പറയുന്നത് ഈ അവസാന നിമിഷത്തിലെങ്കിലും അനുതപിക്കാനുള്ള മനസ്സാണ്. അപ്പൊ പരിശുദ്ധാരൂപിക്ക് എതിരായിട്ട് നമ്മുടെ ജീവിതം വരാതിരിക്കട്ടെ. നല്ല മരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അവസാന നിമിഷങ്ങളിലെങ്കിലും അനുതപിക്കാനുള്ള സാഹചര്യവും സന്മനസ്സും നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധാരൂപിക്ക് എതിരായ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഈയൊരു വർഷം, ഈ നമ്മുടെ ആത്മീയ വർഷം എന്ന് വെച്ചാല് ഈ പെന്തക്കുസ്ത തിരുനാൾ തുടങ്ങി അടുത്ത പെന്തക്കുസ്ത തിരുനാൾ വരെ ഈ പരിശുദ്ധാരൂപിയുടെ ചൈതന്യത്തിൽ ജീവിക്കാനുള്ള കൃപ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.